തന്നെ അവിടെ കണ്ടു എന്ന് പറഞ്ഞത്, തന്നെ അവിടെ കണ്ടു എന്നാ പറഞ്ഞത്. എവിടെ കണ്ടെന്ന്, എവിടെ കണ്ടത്? അയ്യോ ഞാൻ വായിച്ചില്ല. ബിജിയുടെ ലൈവിൽ കണ്ടു. ആ എന്നെ ബിജിയുടെ ലൈവിൽ കണ്ടെന്നല്ലേ? അങ്ങനെ. ആ ഞാൻ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോയി. ഒരു മാറ്റവും ഇല്ല. എൻ്റെ ഫോൺ ഓഫായിരുന്നു. ഓണാക്കട്ടെ. ഓക്കെ, നീ ക്യൂട്ടാണ് കേട്ടോ. റൂം മാറിയല്ലേ നീ? ആ ഞാൻ റൂം മാറി. വരുന്ന ബാ. ക്യൂട്ട് ഡ്രസ്സ്. ഇത് എനിക്കൊരു ക്ലയന്റ് തന്നതാണ്. കഫ്താൻ എന്ന് പറഞ്ഞൊരു സംഭവം, കൈയൊക്കെ വലുത്. ഞാനതൊക്കെ വെട്ടി ഇതാക്കിയതാണ്. ഞാൻ വിളിക്കാം. ഈ ഒരു മാലോടെ പിടിച്ചു. എൻ്റെ മാലോടെ പോയി. കട്ടിലിന്റെ സൗണ്ടൊക്കെ പോയോ? പിന്നെ സൗണ്ട് വരാത്ത രീതിയിൽ ചെയ്യാൻ പഠിക്കണം കേട്ടാ. വല്ലാത്ത സൗണ്ടിൽ ആക്രാന്തത്തോടെ ചെയ്ത സൗണ്ടൊക്കെ വരും. അതേ നീ എന്ന് പഠിപ്പിച്ചു തന്നു. പോതെന്റെ ഇവിടുന്ന് ലൈവിൽ നിന്ന്. അല്ല പിന്നെ ആക്രാന്തത്തോടെ വന്നിട്ട് പടക്കടക്കെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടി ചാടി വന്ന് കുതിര തിരിയണ പോലെ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ നിന്നാ പിന്നെ എല്ലാം ഒടിഞ്ഞു വീഴൂലേ? ആ ഈ സൗണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. നീ നല്ല പൊക്കവും തടിയുള്ളവനല്ലേടാ, പിന്നെ നിനക്ക് വന്നിരുന്ന അങ്ങനെ ഒച്ച ഉണ്ടാവൂലേ? പതുക്കി ഇരിക്കണം. ഇരിക്കുമ്പോഴത്തേക്കും നല്ല പടക്കെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ എങ്ങനെയാണ്? അപ്പോൾ സീനില്ല, ധൈര്യമായിട്ട് വരാം. തുർക്കി ജാം ഉണ്ടോ നിൻ്റെ കയ്യിൽ? സയാൻ ഞാൻ പറഞ്ഞു, ഈ തുർക്കി ജാം കഴിച്ചിട്ട് വെറുതെ അല്ല നിന്റെ സാധനം പൊങ്ങാത്തല്ലേ? ആ അങ്ങനെ വരട്ടെ. നീ അതൊക്കെ തിന്നിട്ട് പൊക്കിയിട്ട് തന്നെ വെറുതെ അല്ല. സയാൻ്റെ അടുത്ത് കളഞ്ഞ്. സയാൻ എൻ്റെ ഒരു പഴയ ഒരു ക്ലയൻ്റാണ്. ഷോപ്പിലൊക്കെ വന്ന പഴയ ഒരു ക്ലയൻ്റാണ്. ആള് ഭയങ്കര ക്യൂട്ടാണ്. പക്ഷെ വായെടുത്ത ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. പാവമാണ് ആള്, പാവമാണ്. പറഞ്ഞ തുകൻ്റെ അപ്പുറം ഒരു തുക കൂട്ടിയും തരൂല, കുറച്ചും തരത്തില്ല. അതാണ് അവൻ. നല്ല വലിയ ആളാ പുള്ളി. സൂപ്പർ ഡ്രസ്സ്. അവനെ കാണാൻ വേണ്ടി ദുൽഖർ സൽമാനെ പോലെ ഇരിക്കണം. ഭംഗി, നല്ല ഭംഗി. അവനാ നല്ല ക്യൂട്ട് ചിരിയാണ്. ഒമാൻ കം ഗേൾ ഫ്രണ്ട് എന്ന്. ഇയാളൊന്നും ബ്ലോക്ക് ആക്കി കളയോ? കുറെ നേരെ എന്റെ ഗേൾ ഫ്രണ്ട് എന്ന് വിളിക്കണേ കേളവൻ. പോടോ. താങ്ക് യു സോ മച്ച്. എവിടെയായിരുന്നു? ഞാൻ എൻ്റെ റൂമിൽ തന്നെ അല്ല, ഞാൻ എവിടെ പോവാനാ ബ്രോ? ഹായ് ഇത്ത, ഹായ് സുൽത്താൻ, സയ്യിദ് അഹമ്മദായി. ചുമ്മാ തന്നെ കൊണ്ടോക്ക് പോകും. നല്ല ഒരു ഡോക്ടറെ കാണാം. ചുമ്മാ തന്നെയും കൊണ്ടുപോകും. എനിക്ക് ചുമയില്ല, എനിക്ക് ചിരിക്കുമ്പോൾ ഉള്ളൂ. ഞാൻ ചില സമയത്ത് വലിക്കാറുണ്ട്. പുറത്തു പോയി കഴിഞ്ഞാൽ എന്നെ മീറ്റപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ അവർ കുടിക്കുമ്പോഴും വലിക്കുമ്പോഴും നമ്മൾ അവർക്ക് ഒരു കമ്പനി കൊടുക്കണം. ക്ലബിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുടിക്കുമ്പോൾ നമ്മൾ മിനിമം ഒരു 3 പെഗ്ഗെങ്കിലും കുടിക്കണം. അതവർക്ക് കമ്പനി കൊടുക്കണ്ടേ നമ്മൾ? പിന്നെ നമ്മളെ കൊണ്ട് നടക്കണതിന് അവർ. അപ്പം നമ്മൾ പെഗ്ഗടിക്കും. ഞാൻ പെഗ്ഗടിക്കും. ബാറിൽ പോയിക്കൊണ്ടുപോകും. ഓക്കെ. അപ്പോൾ പിന്നെ അവർ സിഗരറ്റ് വലിക്കുമ്പോൾ ഓറിൻ്റെ കൂടെ നിന്ന് പൊടി തട്ടി വലിയ അതൊന്നും ചുമയാവില്ല. അങ്ങനെയുണ്ടോ? പിന്നെ ഞാൻ സ്ഥലത്തുനിന്ന് ആരെയും വലിപ്പിക്കത്തില്ല. എടാ ഈ
phone silent. Oh my god, my mother is the calling.